കംനായി കൊല്ലപ്പെട്ടതായി വ്യാജ പ്രൊഫൈലും വ്യാജ റിപ്പോർട്ടും സോഷ്യൽ മീഡിയ വഴിയാണ് ഇത് വ്യാപകമായി പ്രചരിക്കുന്നത്. ഇറാൻ സൈനികർ ഇതിലുള്ള ഏകദേശം 1000-ഓളം പ്രൊഫൈലുകൾ ഇങ്ങനെ പിടികൂടപ്പെട്ടതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു. ഇപ്പോൾ സാധാരണഗതിയിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക, ഇസ്രായേൽ, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ യുദ്ധത്തിൽ വിജയിക്കാൻ വേണ്ടി അവർ പല തന്ത്രങ്ങളും പ്രയോഗിക്കാറുണ്ട്. ആയുധം കൊണ്ട് മാത്രമല്ല, അത് മീഡിയയുടെയും പത്രത്തിൻ്റെയും സപ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ള അന്താരാഷ്ട്ര മീഡിയ, അന്താരാഷ്ട്ര ന്യൂസ് പേപ്പർ ഇതിലെല്ലാം വലിയ ഇടപെടൽ നടത്തിക്കൊണ്ട് അവർക്ക് അനുകൂലമായിരിക്കുന്ന റിപ്പോർട്ട് തയ്യാറാക്കുന്ന പ്രവൃത്തികൾ സാധാരണഗതിയിൽ അവർ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് അൽ ജസീറ പോലെയുള്ള സമാനമായിരിക്കുന്ന അറേബ്യൻ ചാനലുകൾ പുറത്തു വന്നതിന് ശേഷം, അൽ അറബിയ പോലെയുള്ള ചാനലുകൾ പുറത്തു വന്നതിന് ശേഷമാണ് അതിന് നിയന്ത്രണം ഉണ്ടായത്. കാര്യം കൃത്യവും സത്യമായ രീതി അൽ ജസീറ റിപ്പോർട്ട് പുറത്തു വിടുന്ന സമയത്ത് അതിപ്പോൾ BBC ആണെങ്കിൽ, റോയിറ്റേഴ്സ് ആണെങ്കിൽ, ABC ആണെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ അത് കള്ളത്തരമാണ് എന്ന് പല റിപ്പോർട്ടും പൊളിച്ചടിക്കിയത് അൽ ജസീറ ആണ്. അപ്പോൾ ഈ ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ സമയത്ത് വലിയ വിവാദമായിരിക്കുന്ന ഒരു വിഷയം അതോടനുബന്ധിച്ചുണ്ടായിരുന്നു. അത് മറ്റുള്ള പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. പറയുന്ന കാര്യം, അമേരിക്കയുടെ സൈനിക ടാങ്കിൽ ഇരുന്നു കൊണ്ടാണ് BBC-യുടെ റിപ്പോർട്ടർമാർ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാൻ വേണ്ടി പറ്റും ഈ റിപ്പോർട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. ഇവിടെ സൗദി അറേബ്യയുടെ അല്ലെങ്കിൽ കുവൈത്തിൻ്റെയോ അതിർത്തിയിൽ നിന്ന് ബാഗ്ദാദിലേക്ക്, അതല്ലെങ്കിൽ ബസറിൽ നിന്ന് ബാഗ്ദാദിലേക്ക് ടാങ്കറിലൂടെ ഇങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കി പോകുന്ന റിപ്പോർട്ടർമാരെ കാണാൻ വേണ്ടി സാധിച്ചു എന്ന് ഒരു ഇറാഖി തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തതാണ് വലിയ പ്രാധാന്യമായിട്ട് അത് ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പോൾ അവരാണ് സുരക്ഷിതം കൊടുക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഭരണം വീഴാൻ വേണ്ടി പോവുകയാണ്. സൈനികരെ സംബന്ധിച്ചപ്പോൾ ഒരു പരിധിവരെ പ്രതിരോധിച്ച് നിർത്താൻ വേണ്ടി പറ്റും. ഇപ്പോഴത്തെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങളല്ല അന്ന് ഇറാഖ് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു അറബ് രാജ്യങ്ങളും ഈ ഇറാഖിനെ സഹായിച്ചിട്ടില്ല. മറ്റേതെങ്കിലും രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് എതിരെ നിന്നിട്ടില്ല. ഇപ്പോൾ സ്ഥിതി മാറി. ഒരു രാജ്യങ്ങളും അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു അറേബ്യൻ ഭൂമിയിൽ നിന്ന് ആക്രമിക്കാനുള്ള അനുവാദം നൽകുന്നില്ല. അങ്ങനത്തെ വല്ലാത്ത രീതി കുടുങ്ങിയിരിക്കുന്ന സ്ഥിതിയാണ്. ഈ യുദ്ധം BBC, റോയിറ്റേഴ്സിനെ വെച്ചിട്ടൊക്കെ വല്ലാത്ത രീതിയിൽ ഇങ്ങനത്തെ വിഷയങ്ങളുണ്ട്, ഭയങ്കരമാണ് സംഭവം എന്നൊക്കെ പറയുന്ന സമയത്ത് അൽ ജസീറ അത് പൊളിച്ചടക്കി കൊടുക്കും. അങ്ങനൊന്നും അവിടെ സംഭവം ഇല്ല എന്നുള്ളത്. ഇപ്പോൾ തന്നെ ഗസയിൽ തന്നെ ഈ ഹമാസിൻ്റെ ആളുകൾ അല്ലെങ്കിൽ ഈ ഫലസ്തീനുകൾ കീഴടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രം അണ്ടർവെയറിൽ നിൽക്കുന്ന ഒരു 100-200 ആളുടെ ഒരു ചിത്രങ്ങൾ പുറത്തു വിട്ടിരുന്നു. അത് യഥാർത്ഥത്തിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാക്കിയാണ് എന്നുള്ളത് അൽ ജസീറ പറഞ്ഞു. പിന്നെ അതേക്കുറിച്ച് അന്വേഷിച്ച സമയത്ത് അത് വളരെ കൃത്യമാണ് എന്നുള്ളത് ബോധ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ വിഷയത്തിൽ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുന്നതിൻ്റെ ചില വോയിസ് വീഡിയോ ഒക്കെ അതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ്. അപ്പോൾ സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ടും പത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ അമേരിക്കക്ക് സാധിക്കുന്നില്ല. അത് പിന്നീട് രണ്ടാം ഘട്ടമാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ വ്യാപകമായി അതായത് ഇങ്ങനെ പറയുന്നത് 100,000 വ്യാജ പ്രൊഫൈൽ, വ്യാജ അക്കൗണ്ട് എങ്കിലും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് മൊസാദ് വിഭാഗമായിരിക്കും പല ഘട്ടത്തിൽ അതിലൊക്കെ നേതൃത്വം കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇഷ്ടം പോലെ ആളെ കയറ്റിയിട്ട് എന്ത് ചെയ്യുക, ഇത് വ്യാജ പ്രൊഫൈൽ എന്ന് പറയുന്ന സമയത്ത് അല്ലെ വ്യാജ അക്കൗണ്ട് എന്ന് പറയുന്ന സമയത്ത് ആരുടെയോ പേരിലൊന്നല്ല, കൂടുതലും ഇറാൻ നേവിയുടെ പേരിലോ, ഇറാൻ ആർമിയുടെ പേരിലോ, ഇറാൻ സർക്കാരിൻ്റെ പേരിലോ, ഇറാൻ്റെ പതാക പതിച്ചിട്ടോ ഇറാനോട് അനുകൂലമുള്ള ആ രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പോവുക. എന്നിട്ട് ഇറാൻ അനുകൂലമായിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ ആദ്യ ഘട്ടത്തിൽ വരികയും ചെയ്യും. എന്നിട്ട് പിന്നെ അവസാനം ചില രീതിയിലുള്ള വിമർശനങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങും. പിന്നെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ്റെ ഭരണകൂടം അവസാനിക്കണം, പുതിയ ഭരണ സംവിധാനം വരണം, ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടണം, സ്ത്രീ സ്വാതന്ത്ര്യം അവിടെ ഇല്ലാത്തതാണ്, ആ രീതിയിലേക്ക് ഇതിനെ മാറ്റുന്ന ഒരു പ്രവൃത്തിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കംനായി സുപ്രീം ലീഡർ കൊല്ലപ്പെട്ടതായിരിക്കുന്ന ഒരു വ്യാജ അക്കൗണ്ട് പിടികൂടിയത്. ആ പിടികൂടിയതോടനുബന്ധിച്ച് പിന്നീട് അന്വേഷണം നടത്തിയ സമയത്താണ് 1 അല്ല 2 അല്ല ലക്ഷത്തിലധികം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഈ എപ്സ്റ്റീൻ്റെ ഫയലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദം ഇപ്പോഴും തന്നെ അത് കെട്ടടങ്ങിയിട്ടില്ല. അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നിലും മൊസാദാണ് എന്നുള്ളത് ഏറെക്കുറെ തെളിഞ്ഞിരിക്കുകയാണ്. ഇനി കുറഞ്ഞ ഭാഗം കൂടി മാത്രമേ അതിൽ ബാക്കിയുള്ളൂ. ഇവിടെ എപ്സ്റ്റീൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ലോകാടിസ്ഥാനത്തിലുള്ള രാഷ്ട്ര തലവന്മാരുമായിട്ട് വലിയ ബന്ധങ്ങൾ ഉണ്ടാക്കുക, അവരുടെ താല്പര്യങ്ങൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ എന്തൊക്കെയാണ് അവർക്ക് താല്പര്യം അത് ചെയ്തു കൊടുക്കുന്ന രീതിയിൽ. അത് ചെറിയ പ്രാദേശിക തലത്തിൽ നിന്നാണ് തുടങ്ങിയത്, പിന്നീട് ഉദ്യോഗ തലത്തിലെത്തി, പിന്നെ ദേശീയ തലത്തിലെത്തി, അതിനുശേഷം അന്തർദേശീയ തലത്തിലെത്തി. 1 കോടി സാമ്പത്തിക ആസ്തിയുള്ള ഒരു വ്യക്തിയായിട്ട് എപ്സ്റ്റീൻ മാറി വളരെ പെട്ടെന്നാണ്. അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ സ്കൂൾ അധ്യാപകരായിരുന്നു. ചെറിയ ശമ്പളത്തിൽ, ചെറിയ വീട്ടിൽ, ചെറിയ കുടുംബവുമായിട്ട് കഴിഞ്ഞുകൂടുന്നതിനിടയിലാണ് ഇങ്ങനൊരു ആശയം വന്നത്. അല്ലെങ്കിൽ ഇങ്ങനൊരു ആശയത്തിലേക്ക് വേണമെങ്കിൽ
മൊസാദ് എത്തിച്ചത് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ആർക്കും മനസ്സിലാവാത്ത രീതിയിലും ആർക്കും തിരിച്ചറിയാത്ത രീതിയിലുമാണ് അതിൻ്റെ സംവിധാനം. പിന്നീടാണ് എപ്സ്റ്റീന് ഇങ്ങനെ മൊസാദുമായിട്ട് ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്നു, ഉറപ്പായിട്ടും നല്ല സംശയിക്കുന്നുണ്ടെങ്കിൽ അത് ഉണ്ട്. സാധാരണ ഇതിൽ അങ്ങനെയാണ് വരാറുള്ളത്. പിന്നീട് എപ്സ്റ്റീൻ എന്ത് ചെയ്തു? അമേരിക്കയിലെ ജയിലിൽ വെച്ച് തൂങ്ങി മരിച്ചു. വിഷം കുടിച്ച് മരിച്ചു എന്ന് പറഞ്ഞിട്ട് തൂങ്ങി മരിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അതേക്കുറിച്ച് ഈ മരണം നടന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആ സമയത്തൊക്കെ ചില ആളുകളൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ എപ്സ്റ്റീൻ ചെയ്തിരിക്കുന്ന ഇത്രയും വളരെ മോശപ്പെട്ട രീതിയിലുള്ള പ്രവൃത്തി ആയതുകൊണ്ടും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമായതുകൊണ്ടും നിർബന്ധമായ രീതിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ആരും മുന്നോട്ട് വന്നിട്ടില്ല എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആശ്വാസമായി. അവരുടെ റഡാർ സംവിധാനത്തിലൊന്നും അല്ലെങ്കിൽ അവരുടെ റെക്കോർഡിംഗ് ക്യാമറയിലൊന്നും ഇദ്ദേഹത്തിൻ്റെ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തേക്ക് വരുന്നതോ പോകുന്നതോ ഒന്നും അന്നത്തെ ദിവസത്തത് മാത്രം റെക്കോർഡായിട്ടില്ല എന്ന് പറയുന്നു. അത് ക്യാമറ തലയിച്ച് വെച്ചതോ അല്ലെ റെക്കോർഡിംഗ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്താണെന്നും അറിഞ്ഞിട്ടില്ല. അതായത് ഒരു വ്യാജ മരണം, ഒരു ദുരൂഹ മരണം നടന്നു എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. പക്ഷേ തെളിയിക്കാൻ പരാതിക്കാരുമില്ല. പക്ഷേ അയാൾ പുറത്തു വിട്ടുന്ന ഫയലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇപ്പോഴും ആ വിവാദം കെട്ടടങ്ങിയിട്ടില്ല. അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതല്ല, അത് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പറഞ്ഞു വരുന്ന കാര്യം, ഇറാന്റെ അകത്ത് ആഭ്യന്തര വാരിക്കുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടായത് എങ്ങനെ എന്നത് ഇറാന്റെ ഈ സൈനികർ അന്വേഷിച്ചതാണ്. ഇതിനൊരു ആരംഭം ഉണ്ടാവുമല്ലോ. ഈ ആരംഭം എങ്ങനെയെന്നുള്ളത് അത് ഈജിപ്തിൽ മുമ്പുണ്ടായിരിക്കുന്ന പ്രക്ഷോഭം, അതിന് സമാനമായിരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രക്ഷോഭത്തിന്റെ ആരംഭമായിരുന്നു ഇറാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടായത് എന്നവർ കണ്ടെത്തി. ഈ ഈജിപ്തിൽ ഹുസ്നി മുബാറക്കിന്റെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ അവസാന കാലം എന്ന് പറയുന്നത് അവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം, 5 ലക്ഷം ആളുകൾ പങ്കെടുത്ത ഒരു പ്രക്ഷോഭം നടന്നു. ആ പ്രക്ഷോഭം നടത്താൻ വേണ്ടി ആളുകൾ സ്വരൂപിച്ചത് ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടാണ്. ജനാധിപത്യ സംവിധാനത്തിന് വേണ്ടി പുതിയൊരു മുതൽക്കൂട്ടുണ്ടാക്കുന്നു, നമ്മൾ സ്വതന്ത്രരാവാൻ പോകുന്നു, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഭരണ സംവിധാനം ഇവിടെ വരാൻ പോവുകയാണ്, നമ്മൾക്ക് അതേക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്, ആയതിനാൽ ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് എത്തിച്ചേരണമെന്ന് പറഞ്ഞു. അവിടേക്കാണ് ലക്ഷങ്ങൾ ഒഴുകിയത്. നിയന്ത്രിക്കാൻ വേണ്ടി പോലീസിന് സാധിക്കാതെ വന്നു എന്നുള്ളതാണ്. സമാന സ്ഥിതിയാണ്. പക്ഷേ അതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഈജിപ്തിൽ ക്രോഡീകരിക്കപ്പെട്ട അല്ലെങ്കിൽ ഏകോപിപ്പിക്കപ്പെട്ടതിന് ഒരു ഏകോപനം ഉണ്ടായിരുന്നു, നേതൃത്വ സംവിധാനം ഉണ്ടായിരുന്നു. എന്നാൽ ഇറാനിൽ നടത്തിയ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഏകീകൃത സ്വഭാവമില്ല, ഒരു ഏകോപനമില്ല, ഒരു നേതൃത്വമില്ല. വ്യത്യസ്ത മേഖലയിൽ നിന്ന് വ്യത്യസ്ത ആളുകൾ പരസ്പരം അറിയാത്തവർ ഏകോപിച്ചുകൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള മുദ്രാവാക്യം വിളിക്കുന്നു എന്നാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് എന്ന് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ പല ഘട്ടങ്ങളിൽ പറഞ്ഞിരിക്കുന്നു, വാതിൽ തുറന്നിട്ടിരിക്കുന്നു. നിങ്ങൾ വരും, നമുക്ക് സംസാരിക്കാം, മാന്യമായ രീതിയിലോ ന്യായപരമായ രീതിയിലുള്ള വിഷയങ്ങൾ കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ്, പരിഹാരം ഉണ്ടാക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം പോലും ഒരാൾ പോലും ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു നേതൃത്വം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ സംഭവങ്ങൾ ഇത്രയും ആളുകളെ ക്രോഡീകരിക്കപ്പെടാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം അതിനും സോഷ്യൽ മീഡിയ അവർ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അത് മൊസാദിന്റെ നേതൃത്വത്തിലോ അല്ല അമേരിക്കയുടെ ഏതെങ്കിലും രഹസ്യ സംവിധാനത്തിന്റെ വഴിയോ ഒക്കെ ആയിരിക്കാം ഒരു പക്ഷേ. അതൊന്നും റിപ്പോർട്ട് ഫുള്ളായിട്ട് പുറത്ത് വന്നിട്ടില്ല. ആ മാർഗത്തിലൂടെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവർ വലിയ രീതിയിൽ പ്രചാരണം നടത്തി. ആ പ്രചാരണത്തിൽ വിദ്യാർത്ഥികളും തൊഴിലാളികളും സാധാരണക്കാരായിരിക്കുന്ന ജനങ്ങളും അങ്ങനെ വലിയ മഹാപ്രക്ഷോഭമായിട്ട് മാറി. 31 പ്രവിശ്യയിൽ 31 അത് വ്യാപകമായി എത്തപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറം പ്രവർത്തിച്ചതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ മരിക്കാത്ത സൈനിക കമാൻഡർ മരിച്ചു എന്ന് പറയും. ഇപ്പോൾ ഈ പ്രധാനമന്ത്രിയെ കാണുന്നില്ല എന്ന് പറയും. ബംഗറിൽ ഒളിച്ചിരിക്കുകയാണ് വിദേശകാര്യമന്ത്രി എന്ന് പറയും. അങ്ങനെ ഇല്ലാത്തത് ഇറാന്റെ പതാക പതിച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പ്രചരിപ്പിക്കുന്നതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് കംനായി കൊല്ലപ്പെട്ടതായിരിക്കുന്ന ഒരു വ്യാജ അക്കൗണ്ടിലൂടെ ഇത് പ്രചരിപ്പിക്കുന്നത്. അതിനെക്കുറിച്ച് വലിയ അന്വേഷണ കാര്യങ്ങൾ നടത്തിയതിൽ നിന്നാണ് ഈ പറയപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായത് എന്ന് ചുരുക്കം. വളരെ കൃത്യതയോടുകൂടി ഇറാൻ എന്ന് പറയുന്ന രാജ്യം യുദ്ധത്തിന് എല്ലാവിധ തയ്യാറെടുപ്പും നടത്തിയിരിക്കുകയാണ്. രാജ്യത്തിനകത്ത് ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് സൈനികരുടെ കുറവോ ആയുധങ്ങളുടെ കുറവോ സംവിധാനത്തിൻ്റെ കുറവോ സൂക്ഷിപ്പിൻ്റെ കുറവോ ആരെങ്കിലും സഹായിക്കാനില്ല എന്നതിൻ്റെ കുറവോ ഒന്നുമില്ല. വളരെ കൃത്യമാണ്, വ്യക്തമാണ്. ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരെ യുദ്ധത്തിന് തയ്യാറെടുത്തിരിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ രാജ്യത്തിൻ്റെ ആക്രമണം നടത്തിയാൽ അത് യുദ്ധമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ചടിക്കും. അതുകൊണ്ട് ഇപ്പോൾ കപ്പലിലുള്ള സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയമാണ്. അതോടൊപ്പം തന്നെ തയ്യാറായി നിൽക്കുന്ന അറബ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സംവിധാനത്തിന് ഭയമാണ്. അപ്പോൾ ഏത് തരത്തിലും എപ്പോഴും അക്രമം വരാവുന്ന രീതിയിലുള്ള സംവിധാനമാണ്. അതിൻ്റെ ഒരു പ്രയാസം യഥാർത്ഥത്തിൽ അമേരിക്ക അനുഭവിക്കുന്നതിൻ്റെ മറ്റൊരു പുറമായിട്ടാണ് ഈ കൊല്ലപ്പെടാത്തവരെ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ പ്രചാരണം നടത്തുന്നത്.
അത് യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞു, യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ അമേരിക്കയുടെ സംവിധാനങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അവരിത്തരം പ്രവൃത്തികൾ സാധാരണ ഗതിയിൽ ചെയ്യാറുണ്ട്. ഏതെങ്കിലും ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ടും നുണക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ടും ജനങ്ങളൊക്കെ തമ്മിൽ ഭിന്നത ഉണ്ടാക്കിക്കൊണ്ടും രാജ്യത്തെ കീഴ്പ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് സംവിധാനം ഒരുക്കുകയോ ചെയ്യുക എന്നുള്ളത് സാധാരണഗതിയിൽ അമേരിക്കയും ഇസ്രായേലും യൂറോപ്യന്മാർ ചെയ്തു വരുന്നതാണ്. അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു ഒടുവിലത്തെ ഉദാഹരണമായിട്ട് ഖമനായി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യത്തെ നമുക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.